ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മുരിങ്ങയില മുട്ടത്തോരനാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മുരിങ്ങയില കഴുകി ഉതിർത്തിട്ടതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് ഉപ്പ്, മുരിങ്ങയിലക്കും ഈ ഇലക്കറിക്കൊക്കെ ഉപ്പിടുമ്പം എപ്പോഴും ശ്രദ്ധിക്കണം. വളരെ കുറച്ച് മതി. ഞാനിത് ഒരു 1/4 ടീസ്പൂണിനും കുറവായിട്ട് ഇട്ടിട്ട് തിരുമ്മി വെച്ചതാണ്. ഇനി ഇത് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് വേവിക്കുന്നത്. ഞാൻ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വേവിക്കാൻ വെക്കലാണ്. ഇത് കഴുകിയ ഉടനെ എടുത്തുകൊണ്ട് കുറച്ച് നനവുണ്ട് ഇതിന്. കുറച്ച് സമയം വെച്ചാൽ കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടുമായിരുന്നു. അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് കുറച്ച് നനവോടെയാണ്. അടുപ്പത്ത് വെച്ചു. ഇനി ചെറുതീയിൽ വേവിച്ചെടുക്കണം. മുരിങ്ങയില വേവുമ്പോഴേക്കും ഈ മുട്ടയെല്ലാം പൊട്ടിച്ച് റെഡിയാക്കി ഇതിന് വേണ്ട ചേരുവകളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. 3 മുട്ട പൊട്ടിച്ച് വെച്ചു. അതിന് വേണ്ട ഉള്ളി മുറിച്ചു, 2 പച്ചമുളക്, 2 ചെറിയ ഉണക്കമുളക് എടുക്കണം, കുറച്ച് തേങ്ങ, കറിവേപ്പില. ഇതെല്ലാം ശരിയാക്കുമ്പോഴേക്കും നമ്മളെ മുരിങ്ങയില വെന്തിട്ടുണ്ടാവും. മുരിങ്ങയില പാകത്തിന് വെന്തു. സ്റ്റൗ ഓഫ് ചെയ്തു. മുട്ട വറുക്കാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് എല്ലാം ഉള്ളി ഇതെല്ലാം നനയാൻ മാത്രം വെളിച്ചെണ്ണ വേണം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടുമ്പോൾ പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക്. കടുക് പൊട്ടുന്നുണ്ട്. പച്ചമുളകിട്ട്, കറിവേപ്പിലിട്ട്, ഉണക്കമുളക് ഇടലാണ്. ആ സമയത്ത് ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയായി. ആ സമയത്ത് ഉപ്പും മഞ്ഞളും ചേർത്ത മുട്ട ഇതിൽ ചേർത്ത് കൊടുക്കാൻ, എന്നിട്ട് ഇളക്കി കൊടുക്കാൻ. ഈ സമയത്ത് തേങ്ങയും തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുത്തു. ഇനി ആ മുരിങ്ങയില ഇളക്കിയിട്ട് ഇതിൽ ചേർക്കണം. ഇനി മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. മുരിങ്ങയില ഇട്ട് കൊടുത്തു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പിടി മുരിങ്ങ ഇലക്ക് 3 മുട്ട, അതാണ് കണക്ക്. കൊച്ചു കുട്ടികൾ വരെ ഇത് ഇഷ്ടത്തോടെ കഴിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഉപ്പും എരിവും അതാളെ സൗകര്യത്തിനനുസരിച്ച് ചേർക്കുക. ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.